ഇടുക്കി തൊടുപുഴയിൽ കാണാതായ വ്യവസായിയുടെ മൃതദേഹം മാലിന്യക്കുഴിയിൽ കുഴിച്ചിട്ട നിലയിൽ. കാണാതായ വ്യവസായി ചുങ്ക സ്വദേശി ബിജു ജോസഫിന്റേതാണ് മൃതദേഹമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വിദഗ്ധ സംഘം മാൻഹോളിലിറങ്ങി മൃതദേഹം പുറത്തെടുത്തു. തൊടുപുഴയിൽ കാണാതായ വ്യവസായിയെ കൊന്നതാണെന്ന് വ്യക്തമായി. ചുങ്ക സ്വദേശി ബിജു ജോസഫ് കസ്റ്റഡിയിലുള്ള 3 പേരിൽ ഒരാളുടെ ഗോഡൌണിലെ മാലിന്യക്കുഴിയിലാണ് ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തൊടുപുഴയിൽ നിന്ന് PS സാഗർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാഗർ, 2 ദിവസം മുൻപാണ്, ഞാൻ മനസ്സിലാക്കുന്ന 2 ദിവസം മുൻപാണ് ഈ വ്യവസായിയായിട്ടുള്ള ബിജുവിനെ കാണാതാകുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് ഇത് ബിജുവിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്? ടോം, തൊടുപുഴ ചുങ്കത്ത് നിന്ന് വ്യാഴാഴ്ചയാണ് ബിജു ജോസഫ് എന്നയാളെ കാണാതായത്. ഈ ബിജു ജോസഫ് രാവിലെ വീട്ടിൽ നിന്നും ചായ കുടിക്കുവാനായി ഇറങ്ങിയതായിരുന്നു. തുടർന്ന് ബിജു ജോസഫ് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഇതിനുശേഷം വീട്ടുകാർ തൊടുപുഴ പോലീസിൽ പരാതി നൽകി. തൊടുപുഴ പോലീസ് ഈ ബിജുവിനെ തിരക്കിയുള്ള അന്വേഷണത്തിലായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ. ഈ സമയത്ത് ബിജുവിനെ തിരക്കി നടക്കുന്ന സമയത്താണ് ഫോൺ കോളിൽ നിന്നും, അതായത് ബിജുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ബിജുവിന്റെ ഒരു ബിസിനസ് പങ്കാളിയായ ഒരാളുടെ ഗോഡൌണിന് സമീപത്ത് നിന്ന് ഫോണിന്റെ ടവർ ലൊക്കേഷൻ ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ബിജുവിന്റെ തന്നെ ബിസിനസ് പങ്കാളിയായ ദേവമാത കാറ്ററിംഗ് എന്ന സ്ഥാപനം നടത്തുന്ന ജോമോൻ എന്നയാളെ പോലീസ് പിടികൂടുന്നത്. ഇതിനോടൊപ്പം തന്നെ 2 കൊട്ടേഷൻ സംഘങ്ങളെയും പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ 3 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ദേവമാത കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ജോമോന്റെ തന്നെ ഗോഡൌണിന് ഉള്ളിലെ മാൻഹോളിൽ ബിജുവിനെ കൊന്നു കൊഴിച്ചു മൂടിയെന്ന് 3 പേരും പോലീസിന് മൊഴി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ഈ ഗോഡൌണിന് സമീപത്തെ ഉള്ളിലേക്ക് തന്നെ പോലീസ് എത്തി. ജില്ലാ പോലീസ് മേധാവിയും ഫോറൻസിക് വിദഗ്ധരടക്കം തൊടുപുഴ പോലീസ് അടക്കം സ്ഥലത്തേക്ക് എത്തി പരിശോധന ആരംഭിച്ചു. ഈ പരിശോധനയിൽ 10 അടിയോളം താഴ്ചയുള്ള ഈ മാൻഹോളിൽ മൃതദേഹം ഉള്ളതായി പോലീസിന് ബോധ്യപ്പെട്ടു. ഇവിടെ എവിടെ വെച്ചാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നുൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ മൃതദേഹം പുറത്തെടുക്കുവാനുള്ള ഒരു നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ഈ മാൻഹോളിൽ ഇറങ്ങുവാനുള്ള വിദഗ്ധരുടെ സേവനം പോലീസ് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഇവരാണ് ഇറങ്ങി മൃതദേഹം പുറത്തെടുക്കുവാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാൻഹോളിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുക അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ മാൻഹോളിനുള്ളിൽ സമീപത്ത് തന്നെ കോൺക്രീറ്റുകളെല്ലാം പൊട്ടിച്ചാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ഒരു നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴ DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ എറണാകുളം പറവൂരിൽ നിന്ന് ഒളിവിൽ പോയ ഒരു കാപ്പ കേസ് പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇയാൾ എറണാകുളത്ത് നിന്നും ഇയാളെ മിസ്സിംഗ് ആയിരുന്നു. അതായത് ഈ കാപ്പ കേസ് പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. ഈ തെരച്ചിലിനൊടുവിൽ ഈ ബിജു ജോസഫിന്റെ കേസിൽ ഈ കാപ്പ കേസ് പ്രതിയുടെ ഒരു കാര്യമാണ് വഴിത്തിരിവായത്. ഈ കാപ്പ കേസ് പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസ് ഈ ജോമോന്റെ തെക്കുംഭാഗ കലയന്താനിലുള്ള ഗോഡൌണിൽ പോലീസ് എത്തി. അവിടെ നിന്നാണ് ഈ കാപ്പ കേസ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഈ പിടികൂടുന്ന സമയത്ത് ഈ കാപ്പ കേസ് പ്രതിയോട് തന്നെ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ്, ഇവിടെ എന്തിനു വന്നു, എന്താണ് കാര്യങ്ങൾ എന്നുള്ള മറ്റെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇവിടെ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതായി ഈ കാപ്പ കേസിൽ ഉൾപ്പെട്ട ഈ പ്രതി പോലീസിനോട് മൊഴി നൽകിയത്. തുടർന്നാണ് ഈ ബിജു ജോസഫിന്റെ മൃതദേഹം ഉണ്ടെന്ന് കരുതുന്ന ഈ ഗോഡൌണിൽ തന്നെ പരിശോധന നടത്തിയത്. ഈ ഒരു പരിശോധന നടത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ബിജുവിനെ കാണാനില്ലെന്ന കുടുംബം കൊണ്ട് ഈ പോലീസിൽ കുടുംബം പരാതി നൽകിയത്. ഇതെല്ലാം തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഇവിടെ ഒന്ന് കുഴിച്ചു മൂടുകയായിരുന്നു എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സാഗർ, ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കമായിരിക്കുമോ ഈ ബിജു ജോസഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം? ഇതൊരു കൊട്ടേഷൻ കൊലപാതകമായിട്ടാണോ പോലീസ് കരുതുന്നത്? തീർച്ചയായും ടോം, പ്രാഥമികമായുള്ള ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെ വേണം കരുതുവാൻ. കാരണം ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫും ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരിൽ ഈ ജോമോൻ എന്നയാൾ തമ്മിൽ ബിസിനസ് പങ്കാളികളാണ്. ഇവർക്ക് 2 പേർക്കും ദേവമാത കാറ്ററിംഗ് എന്ന പേരിലുള്ള ഒരു സ്ഥാപനം, കൂടാതെ മൊബൈൽ മോർച്ചറി, ആംബുലൻസ് തുടങ്ങിയ സർവീസുകളെല്ലാം നടത്തിയിരുന്നവരാണ് ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫും പ്രതികളിൽ ഒരാളെന്ന് സംശയിക്കുന്ന ഈ ജോമോനും. ഇവർ തമ്മിലാണ് ഈ ബിസിനസ് എല്ലാം നടത്തിയിരുന്നത്. ഇതിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ ഇടുക്കിയിലെ കട്ടപ്പന, ഉപ്പുതറ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഇതിന്റെ പേരിൽ കേസുകൾ നടന്നത്. കോടതിയിലെത്തിയതായും
അപ്പോൾ ഈ കേസിന്റെ കാര്യങ്ങൾ പലതും കോടതിയിൽ എത്തിയതായും പോലീസ് നമ്മളോട് രാവിലെ അറിയിച്ചിരുന്നു. ഈ ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേരിലാണ് ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായത്. ഈ കോടതിയിൽ കേസ് നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേരിലുണ്ടായ സാമ്പത്തിക തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ജോമോൻ ഉൾപ്പെടുന്ന സംഘം ഈ ബിജുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി കൊട്ടേഷൻ സംഘങ്ങളെ ഏർപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഒരു കൊട്ടേഷൻ സംഘത്തെയാണ് ഈ കൊലപാതകം ചെയ്യുവാനായി ജോമോൻ ഏൽപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ ജോമോനും ഈ പ്രതികളെന്ന് കരുതുന്ന ജോമോനും കൂടെയുള്ള 2 കൊട്ടേഷൻ സംഘങ്ങളും സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മാൻഹോൾ തുറന്നുള്ള പരിശോധന നടത്തുന്നതും മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും മൃതദേഹം ഈ മാൻഹോളിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി അത് പുറത്തേക്ക് എടുത്ത് അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത്. ഫോറൻസിക് വിദഗ്ധരുണ്ട്. മൃതദേഹം പുറത്തെടുക്കേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ ബാക്കി നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മുകളിൽ നിന്ന് മൃതദേഹം താഴേക്ക് ഇടുകയായിരുന്നു. അതായത് മാൻഹോളിന്റെ മുകളിലുള്ള അടപ്പ് മാറ്റിയതിനു ശേഷം മൃതദേഹം താഴേക്ക് ഇടുകയായിരുന്നു എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ മാൻഹോളിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുക അല്പം ദുഷ്കരകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധരുടെ സേവനം ഉപയോഗിച്ച് ഈ മാൻഹോളിന്റെ സമീപം കോൺക്രീറ്റ് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് വേണം മൃതദേഹം എടുക്കുവാൻ. അതിനുള്ള ഒരു നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സാമ്പത്തികമായുള്ള ഒരു തർക്കം തന്നെയാണ് ഈ ബിസിനസ്സിലുണ്ടായ ഒരു എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ടോ? കാരണം മാൻഹോളിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഏത് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി പിന്നീട് മാലിന്യക്കുഴിയിൽ ബിജു ജോസഫിന്റെ മൃതദേഹം തള്ളിയെന്നാണോ കരുതേണ്ടത്? തീർച്ചയായും ഈ കൊലപാതകം നടത്തിയത് എവിടെ വെച്ചാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതെല്ലാം തന്നെ തുടർന്നുള്ള ഇവരെ 3 പേരെയുമുള്ള ചോദ്യം ചെയ്യലിൽ മാത്രമേ എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ജോമോൻ നടത്തുന്ന ഈ ദേവമാതാ കാറ്ററിംഗിന്റെ ഒരു ഗോഡൌൺ ആണ്. ആ ഗോഡൌണിന് ഉള്ളിലാണ് ഈ മാലിന്യക്കുഴിയിലേക്കാണ് ഇപ്പോൾ മൃതദേഹം ഇവർ കുഴിച്ചു മൂടിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഈ ഗോഡൌണിന് പുറത്താണ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അകത്തേക്ക് പോലീസ് ആരെയും കടത്തിവിടുന്നില്ല. അവിടെ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ഒരു നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമാണ് പോലീസ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. അതിനുള്ളിലേക്ക് മാധ്യമങ്ങളെ അടക്കം കടത്തിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കൊലപാതകം നടത്തിയത് എവിടെ വെച്ച് എന്നതടക്കമുള്ള അവിടെ അതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ജോമോൻ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ കൊലപാതകം നയിച്ചതെന്നാണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസും അത്തരത്തിലൊരു വിശദീകരണം തന്നെയാണ് നൽകുന്നത്. എന്തായാലും മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണും കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ജില്ലാ പോലീസ് മേധാവി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയാൽ മാത്രമേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. പോലീസ് നൽകിയ പ്രാഥമിക ഒരു വിവരത്തിൽ നിന്നും സാമ്പത്തികമായി ഉണ്ടായ തർക്കം ഈ കൊലക്കേസിൽ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ചില വ്യക്തതകൾ കൂടി വരേണ്ടതുണ്ട്. സാഗർ അതോടൊപ്പം അറിയേണ്ടത്, സാഗർ നേരത്തെ സൂചിപ്പിച്ചു, ഈ കൊലക്കേസിലെ ഒരു കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ, അതായത് എറണാകുളം സ്വദേശിയെ തേടി പോലീസ് എത്തുന്നു. പിന്നീട് അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ വിവരം അറിയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ബിജുവിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുൻപാണല്ലോ ബിജുവിനെ കാണാതാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയപ്പോൾ ഈ ജോമോനെ കുറിച്ച് ഈ പരാതിയിൽ പരാമർശമുണ്ടായിരുന്നോ? ബിജുവിന്റെ കുടുംബത്തിന് അത്തരം ഒരു സംശയം ഉണ്ടായിരുന്നോ സാഗർ? തീർച്ചയായും അത്തരത്തിലൊരു സംശയം ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം പറവൂരിൽ നിന്ന് ഒളിവിൽ പോയ കാപ്പ കേസ് പ്രതി അന്വേഷിച്ച് പോലീസ് ചെല്ലുന്നു. ഈ പോലീസ് ചെല്ലുന്നത് ഈ ജോമോന്റെ ഗോഡൌണിനുള്ളിലാണ് പോലീസ് ഇയാളെ കണ്ടെത്തിയത്. പോലീസ് ഈ കാപ്പ കേസ് പ്രതി അന്വേഷിച്ച് ചെന്നെത്തിയത് ഈ ജോമോന്റെ ഗോഡൌണിന് സമീപം തന്നെയാണ്. അതായത് ഗോഡൌണിനുള്ളിലാണ്. തുടർന്നാണ് ഇവിടെ ഈ കാപ്പ കേസ് പ്രതി എങ്ങനെ ജോമോന്റെ ഈ ഗോഡൌണിനുള്ളിൽ വന്നു, ഇല്ലെങ്കിൽ പ്രദേശത്ത് വന്നു എന്നുള്ളത് സംഭവം പോലീസ് ഇയാളോട് ചോദിച്ചറിയുകയും ഒപ്പം തന്നെ ഈ ബിജുവിനെ കാണാതായി എന്നുള്ളൊരു പരാതി കുടുംബം പോലീസ് നൽകുകയും ചെയ്തു. അതിൽ ജോമോന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. സംശയമുള്ള ആളുകളുടെ പേരിൽ ഒരാളായിരുന്നു ജോമോൻ. ഈ ജോമോന്റെ പേര് ഇക്കാര്യത്തിൽ പരാതിയിൽ പറയുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജോമോന്റെ പേര് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് കാപ്പ കേസ് പ്രതിയെ ഗോഡൌണിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തത്. ഇതേ തുടർന്നുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഈ പ്രതിയാണ്, അതായത് ഈ കാപ്പ കേസിൽ ഉൾപ്പെട്ട ഇയാളാണ് ആദ്യം പോലീസിന് ഇത്തരത്തിലൊരു മൊഴി കൊടുത്തത്. അതായത് ഇയാൾ ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കുകയായിരുന്നെന്നും കൂടാതെ ഈ ചുങ്കം സ്വദേശിയായ ബിജു ജോസഫിനെ ഇവിടെ കുഴിച്ചു മൂടിയെന്നൊരു വിവരം പോലീസിന് നൽകിയത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ്
ഈ ജോമോൻ ഉൾപ്പെടെ മറ്റു രണ്ടുപേരെയും കൂടി പിടികൂടിയത്. ഇവര് 3 പേരെയും 3 നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജോമോനെ മറ്റൊരു സ്ഥലത്ത് നിന്നാണ് പിടികൂടിയത്. ആദ്യം ഈ കപ്പകസ് പ്രതിയാണ് പിടികൂടിയത്. അപ്പോൾ ഈ പരാതി കൊടുത്തതിൽ തന്നെ ജോമോന്റെ ഒരു പേര് കുടുംബം പരാമർശിച്ചിരുന്നത് കൊണ്ട് തന്നെ പോലീസിന് ഇവരിലേക്ക് എത്തുവാനുള്ള ഒരു കാര്യം എത്രയും പെട്ടെന്ന് എത്തുവാനായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്, മിനിഞ്ഞാന്നാണ് ഈ ബിജു ജോസഫിനെ കാണാതായത്. തുടർന്ന് പോലീസ് അന്വേഷണം ദ്രുതഗതിയിലാക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിലുള്ള കേസുകളും മറ്റും കുടുംബം പോലീസിൽ അറിയിച്ചിരുന്നു. ജോമോനും ബിജു ജോസഫും തമ്മിലൊരു സാമ്പത്തിക തർക്കങ്ങളും കോടതിയിലുള്ള കേസുകളും പോലീസ് സ്റ്റേഷൻ അടക്കം നിരവധി പരാതികളുമുള്ള കാര്യം പോലീസിൽ ഈ കുടുംബം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ മാൻഹോളിനുള്ളിലേക്ക് ഇട്ട ഇല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തി ഇട്ട ഒരു ഇവർ ചെയ്തത് ആ ഒരു മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. എന്തായാലും ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സാഗർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മൃതദേഹം മാൻഹോളിൽ നിന്നും പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടാണല്ലോ മനസ്സിലാക്കുന്നത്. ഈ ശ്രമം അത്ര ദുഷ്കരമാണെന്നറിയാം. കാരണം മാൻഹോളിൽ അതിന് വിദഗ്ധർ അവിടെ എത്തിയിട്ടുണ്ട് മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി. ഇതിന് പോലീസിനൊപ്പം മറ്റേതൊക്കെ സംഘങ്ങളാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളുടെ ഭാഗമായി അവിടെ എത്തിയിരിക്കുന്നത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാൻഹോളിനുള്ള ഏകദേശം തറനിരപ്പിൽ നിന്നും 10 അടിയോളം താഴ്ചയാണ് ഈ മാൻഹോളിനുള്ളതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ 10 അടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ മുകളിലത്തെ ഈ മാൻഹോളിന്റെ അടപ്പ് നീക്കിയതിനു ശേഷം കൊലപ്പെടുത്തിയ ബിജു ജോസഫിനെ മാൻഹോളിനുള്ളിലേക്ക് തള്ളുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അപ്പൊ ഈ മാൻഹോളിനുള്ളിലേക്ക് ഇറങ്ങി മൃതദേഹം പുറത്തേക്ക് എടുക്കുക എന്നത് അല്പം ദുഷ്കരകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ മാൻഹോളിന് താഴേക്ക് നമുക്കറിയാം അവിടെ ഒരു വെളിച്ചം പോലും എത്താത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ മാൻഹോളിന് സമീപമുള്ള കോൺക്രീറ്റ് എല്ലാം പൊട്ടിച്ച് അവിടെ വീതി കൂട്ടിയതിനു ശേഷം ഫയർഫോഴ്സിലെ ഈ മാൻഹോളിനുള്ളിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി മൃതദേഹം എടുക്കാൻ അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ഫയർഫോഴ്സിലുള്ളവരെ പോലീസ് സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരാണ് ഇതിലേക്ക് ഇറങ്ങി ഈ മൃതദേഹം എടുക്കാനുള്ള ഒരു നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇറങ്ങി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാൻഹോളിന് സമീപവും മറ്റും കോൺക്രീറ്റ് കട്ടർ കൊണ്ട് പൊട്ടിച്ചു നീക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മൃതദേഹം പുറത്തെടുത്താൽ തന്നെ ഈ പ്രതികളുടെ മൊഴി മാത്രമാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. ഇവർക്കൊന്ന് ഇതിൽ കുഴിച്ചു മൂടിയെന്നുള്ള ഈ പ്രതികളുടെ മൊഴി മാത്രമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിനാൽ തന്നെ ഈ മൃതദേഹം പുറത്തെടുത്ത് മറ്റു പരിശോധനകളെല്ലാം തന്നെ നടത്തേണ്ടി വരും. അതിനു വേണ്ടി വ്യക്തമാണ്. PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് വ്യവസായി ബിജു ജോസഫിനെ കൊന്നു കുഴിച്ചുമൂടിയത്. മാൻഹോളിലേക്ക് തള്ളി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തള്ളിയെന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ബിജുവിന്റെ ബിസിനസ് കൂട്ടാളിയായിട്ടുള്ള ജോമോനും 2 കൊട്ടേഷൻ സംഘങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്.